ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്നീ 3 കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ പലർക്കും അറിയാമായിരിക്കും. എങ്കിലും പരീക്ഷയ്ക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ പല കുട്ടികൾക്കും എഴുതി ഫലിപ്പിക്കാൻ പറ്റാതെ വരാറുണ്ട്. എന്തിനേറെ പറയുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എങ്ങനെ ഏറ്റവും സിമ്പിളായി ബഡ്ഡിങ്ങും ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും പഠിക്കാം എന്നതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ എന്താണെന്ന് നോക്കാം. ഇതിലൂടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള തൈകൾ ഉണ്ടാക്കുകയാണ് ലെയറിങ്ങിൻ്റെ ലക്ഷ്യം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മാവ് ഒരുപാട് മാങ്ങയുണ്ടാകുന്ന മാവാണ്. അതേപോലത്തെ അതേ ഗുണങ്ങളുള്ള മറ്റൊരു മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ലെയറിങ്. എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് ലെയറിങ് ചെയ്യുന്നത്? ആ മാവിൻ്റെ വിത്ത് എടുത്ത് നട്ട് കഴിഞ്ഞാൽ അതേപോലത്തെ മാവ് ഉണ്ടാവില്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു സസ്യത്തിൻ്റെ എല്ലാ വിത്തുകളും മുളപ്പിച്ചാലും ആ സസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ ഉണ്ടാവണമെന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ലെയറിങ് വഴി ഒരു സസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള മറ്റൊരു സസ്യം നമുക്ക് ഉണ്ടാക്കാം. കോപ്പി പേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുതന്നെ സംഭവം. എങ്ങനെ ലെയറിങ് ചെയ്യാം, അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ഘട്ടമാണ് മാതൃസസ്യത്തെ തിരഞ്ഞെടുക്കൽ. നല്ല ആരോഗ്യമുള്ള, അസുഖങ്ങളൊന്നും ഇല്ലാത്ത സസ്യം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു ശാഖ തിരഞ്ഞെടുക്കണം. ആ ശാഖ നേർത്തതായിരിക്കണം. പ്രധാന തണ്ടിൽ നിന്ന് തുടങ്ങുന്ന ശാഖയുമായിരിക്കണം. അടുത്ത ഘട്ടമാണ് 1 സെൻറ്റിമീറ്റർ വീതിയിൽ വട്ടത്തിൽ ആ ശാഖയുടെ തൊലി ചെത്തിയകറ്റുക. ശേഷം തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറ്, മണ്ണ് ഒക്കെ വെച്ച് കവർ ചെയ്യുക. പിന്നീടുള്ള ഘട്ടം എന്ന് പറയുന്നത് ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് അത് മൂടുക. അത് കഴിഞ്ഞിട്ട് രണ്ടറ്റവും കൂട്ടി കെട്ടുക. പിന്നെ ഇടയ്ക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കുകയും വേണം. കുറച്ചാഴ്ച കഴിയുമ്പോൾ ഈ കെട്ടിവെച്ച ഭാഗത്ത് വേര് മുളച്ച് വരുന്നതായി കാണാം. ശേഷം വേരിന് തൊട്ട് താഴെയായി തണ്ട് മുറിക്കുക. പിന്നെ ഈ തണ്ടെടുത്ത് എവിടെയാണോ നടേണ്ടത് അവിടെ നടുക. ഇത്രയേ ഉള്ളൂ ലെയറിങ്. അടുത്തത് ഗ്രാഫ്റ്റിംഗ് അഥവാ കമ്പൊട്ടിക്കൽ. ഒരേ വർഗത്തിൽപ്പെട്ട 2 സസ്യങ്ങളുടെ കമ്പുകൾ തമ്മിൽ ഒട്ടിച്ചു ചേർക്കുന്ന പ്രക്രിയയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരേ വർഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഉദാഹരണം പറഞ്ഞാൽ മാവ്. അതിൽ തന്നെ പലതരം മാവുകളുണ്ട്. മൽഗോവ മാവ്, അൽഫോൻസ മാവ്, ഇവ രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത തരം മാവുകളാണ്. ഒരേ വർഗത്തിലുള്ള 2 വ്യത്യസ്ത തരം മാവുകളെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ മാവും പ്ലാവും പോലുള്ള വ്യത്യസ്ത സ്പീഷീസുകളെ തമ്മിൽ ഒട്ടിച്ചു ചേർക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഏത് സസ്യത്തിലാണോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ആ സസ്യത്തിനെ സ്റ്റോക്ക് എന്നും ഒട്ടിച്ചു ചേർക്കുന്ന സസ്യത്തിൻ്റെ കൊമ്പിനെ സയൻ എന്നും പറയുന്നു. ഇനി ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ സ്റ്റോക്കിൽ നിന്നും സയനിൽ നിന്നും കൂട്ടിച്ചേർക്കേണ്ട ഭാഗത്തെ മാത്രം തൊലി ചെത്തി മാറ്റണം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തൊലി ചെത്തി മാറ്റിയ സ്റ്റോക്കും സയനും കൂട്ടിച്ചേർക്കുക. പിന്നീട് അതിനെ ഒരു ചാക്കുനൂല് വെച്ച് കെട്ടുക. ശേഷം പ്ലാസ്റ്റിക് ടേപ്പ് കൊണ്ട് ഒന്ന് ചുറ്റി വെക്കുക. അൽഫോൻസ മാവിൻ്റെയും മൽഗോവ മാവിൻ്റെയും ഗുണങ്ങൾ കൂടിച്ചേർന്നാൽ വേറെ ലെവൽ മാമ്പഴം നമുക്ക് കിട്ടിയേ. അതാണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ പ്രധാന ഗുണം. അടുത്തതാണ് ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ. ഒരു ചെടിയിലെ മുകുളം അല്ലെങ്കിൽ ബഡ് മറ്റൊരു ചെടിയിലേക്ക് ഒട്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ചെടിയിൽ വ്യത്യസ്ത തരം പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഉദാഹരണമായി റോസ് എടുക്കാം. റോസിൽ തന്നെ പല നിറങ്ങളുള്ള പൂക്കളില്ലേ? ഒരു റോസ് ചെടിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ നിറമുള്ള പൂക്കളുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? ഇതിനു വേണ്ടിയാണ് ബഡ്ഡിംഗ് ഉപയോഗിക്കുന്നത്. ഇനി ബഡ്ഡിങ്ങിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ചെടിയുടെ നല്ല ബഡ് തിരഞ്ഞെടുക്കണം. ശേഷം ഏത് ചെടിയിലാണോ ബഡ് ഒട്ടിക്കുന്നത് ആ ചെടിയിൽ T ഷേപ്പിൽ ഒരു കട്ട് അല്ലെങ്കിൽ മുറിവ് ഉണ്ടാക്കുക. ശേഷം നമ്മൾ തിരഞ്ഞെടുത്ത ബഡ് ഈ T ഷേപ്പിലുള്ള മുറിവിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒട്ടിച്ച ഭാഗം നൂല് കൊണ്ട് കെട്ടിവെക്കുക. പിന്നെ ഒട്ടിച്ചു വെച്ച ബഡ് വളർന്നു കഴിയുമ്പോൾ ആ ചെടിയുടെ തണ്ടിൻ്റെ മുകൾ ഭാഗം മുറിച്ചു കളയുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഒരു ചെടിയിൽ തന്നെ 2 തരം പൂക്കൾ ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ ബഡ്ഡിങ്ങും ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും.